പാലക്കാട് ജനങ്ങൾക്ക് ബോധമായി മുഴുവൻ ജനങ്ങൾക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഏറ്റവും പരിഹാസ്യമായ ഒരു അവസ്ഥ കണ്ടതിനു ശേഷമാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. മറുനാടൻ സാജൻ എന്ന് പറയുന്ന സാജൻ സക്കറിയയുടെ യൂട്യൂബ് ചാനലിലാണ് ഈ പന്ന ഹിമാർ മൗലവി എന്ന് പറയുന്ന ഞാൻ അബ്ദുൽ മജീദാണ് എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങളൊന്ന് ഇയാളുടെ ഓരോ വാക്കുകളും കേട്ട് നോക്കിയിട്ട് പറയണം. സത്യത്തിൽ ഇവർ അവതരിപ്പിക്കുന്ന അഥവാ പരാജയ ഭീതി തികച്ചും മണത്തറിഞ്ഞ്, അഥവാ പാലക്കാട് ഒരിക്കൽ തന്നെയും BJP വരില്ല. എന്തുകൊണ്ടെന്നാൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, പാലക്കാട്ടുകാർ മാത്രമല്ല സാധാരണ കണ്ണും മൂക്കും ചെവിയും ഒക്കെയുള്ള ആളുകൾ ഈ മോഡിയുടെ ഭരണത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വർഗീയത മാത്രമല്ല എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ ആലോചിക്കുന്നു. ആളുകൾ ഒരു നേരത്തെ കഞ്ഞിവെള്ളം കുടിച്ചാൽ പോലും ഇഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതമാണ്. ആ ജീവിതത്തിന്, സ്വൈര ജീവിതത്തിന്, പരസ്പരമുള്ള ബന്ധത്തിന്, ഐക്യത്തിന് എല്ലാം ഈ 10 കൊല്ലമായിട്ട് വിഘാതമുണ്ടാക്കിയത് ഈ BJP ഭരണത്തിൽ വന്നതിന് ശേഷമാണ്. നമുക്കറിയാം, കേരളത്തിൽ ഒരിക്കലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരിക്കലും ശത്രുത അല്ല. കാരണം അത് വളരെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൈതൃകം. അതാണ് ഒരു സാമൂതിരിയുടെ ഒരു സൈന്യനായകനാണെങ്കിൽ അത് കുഞ്ഞാലി മരക്കാരാണ്. ഒരു മാങ്ങാട്ടച്ഛൻ്റെ സുഹൃത്താണെങ്കിൽ അത് കുഞ്ഞായി മുസ്ലിയാരാണ്. ആലോചിച്ച് നോക്കൂ. അങ്ങനെ എല്ലാത്തിനും നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ശബരിമലയിൽ വാവരുടെ സ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ വാവരില്ലാത്ത ഒരു അയ്യപ്പനില്ല യഥാർത്ഥത്തിൽ. അതാണ് ഈ കേരളത്തിൻ്റെ സൗഹൃദമാണ്. ഒരു ഐതിഹ്യത്തിൻ്റെ പേര് പറയുകയാണെങ്കിലും അത് കേരളത്തിൻ്റെ മതേതര പൈതൃകത്തെ വിളിച്ചോതുന്ന സന്ദേശങ്ങളാണത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് വാവരുടെ പള്ളി പൊളിക്കണം, അതാണ്. അതിനുവേണ്ടിയാണ് വഖഫിൻ്റെ പേര് പറഞ്ഞ് ഒരിക്കൽ പോലും സംഭവിക്കാതെ മാത്രമല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ വഖഫിൻ്റെ സ്ഥലമാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറപ്പെട്ടു. അവിടെ അതല്ല പ്രശ്നം. എന്തെങ്കിലും ഒരു പ്രശ്നം എടുത്ത് സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിൻ്റെ സ്വൈരത കെടുത്തി, ആലോചിച്ച് നോക്കണം, വേദനിപ്പിക്കുന്ന ഈ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഈ സംഘികൾ അധികാരത്തിൽ വന്നതിനു ശേഷം. അതാണ് സന്ദീപ് വാര്യരെ പോലെയുള്ള ബുദ്ധിമാന്മാരും കഴിവുള്ളവരും ഈ BJPയിൽ നിന്ന് പുറത്തു ചാടി സെക്കുലർ പ്രസ്ഥാനങ്ങളിലേക്ക് അഭയം തേടുന്നത്. അപ്പോഴാണ് സ്വയം ചെറിയ താല്പര്യത്തിന് വേണ്ടി മാത്രം സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന അബ്ദുള്ള കുട്ടിയെ പോലെ, പിന്നെ സുൽഫത്തിൻ്റെ പേരായി ഈ തന്ത പറയുന്നുണ്ട്, ഈ കള്ള ഇമാർ തന്ത പറയുന്ന മോഡിയുടെ വികസനം എന്താണ്? ആ മോഡിയുടെ വികസനം ആ ഇത് പിന്നെ സുൽഫത്ത് എന്താ അതിൽ മനസ്സിലാവേണ്ടത്? സുൽഫത്ത് ഒരു കൊഞ്ചിക്കുടയുന്ന ഒരു വേശ്യയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് എന്ത് പറയാനാണ് ഈ കള്ള ഹിമാറിന്? ഒന്നും പറയാനില്ല. സുൽഫത്തിന് എന്തെങ്കിലും ഒരു പേഴ്സണലായിട്ട് കഴിവുള്ളതായിട്ട് ഒരു പ്രസംഗിക്കാനുള്ള കഴിവില്ല, ഒരു എഴുതാനുള്ള കഴിവില്ല. നോക്കണം, മറിച്ച് അവൾ തികച്ചും ചില ആഭാസ നാടകങ്ങൾ കളിച്ച് നോക്കണം, വെറും നിരർത്ഥകമായിട്ടുള്ള വേഷം കെട്ടി ആടുക എന്നതൊഴിച്ച് നിർത്തിയാൽ ഈ സുൽഫത്തിൻ്റെ പങ്ക് എന്താണ് പാർട്ടിയിൽ? ഒരു പങ്കുമില്ല. ആ സ്ത്രീക്ക് അറിഞ്ഞുകൂടെ ഒന്നും, രാജ്യത്തിൻ്റെ രാഷ്ട്രീയം അറിഞ്ഞുകൂടാ. സ്വാഭാവികമായിട്ട് അതൊന്നും മനഃപൂർവ്വം പറയുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല. വെറുതെ എങ്കിലും BJP ഒരു സ്ത്രീയെ, അഥവാ ഒരു അഴകുള്ള സ്ത്രീയെ പ്രദർശിപ്പിച്ച് ഇനി എങ്ങനെയൊക്കെയാണോ വോട്ട് തട്ടുക, അതാണ് ഇപ്പോൾ സുൽഫത്തിനെയും അവിടെ കൊണ്ടുവന്നു. അതാണ് ഈ കള്ള ഹിമാറിന് ഒരു തൊപ്പി വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തൊപ്പിയും താടിയും എനിക്കുണ്ട്, ഞാൻ അബ്ദുൽ മജീദ് എന്നാണ് എൻ്റെ പേര്, ഞാൻ പള്ളിയിലെ ഉസ്താദാണ് എന്നൊക്കെയാണ് ഈ ഹിമാർ പറയുന്നത്. പള്ളിയിലെ ഉസ്താദിന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഈ നരേന്ദ്രമോദിയുടെ ഈ BJP ഭരണത്തെ ഇഷ്ടപ്പെടാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ ജുനൈദ് എന്ന് പേരായിട്ടുള്ള ഒരു കുട്ടിയെ, ഒരു മുസ്ലിം കുട്ടിയെ യഥാർത്ഥത്തിൽ ട്രെയിനിൽ ഈ സംഘികൾ എന്ത് കാരണത്താലാണ് കൊലപ്പെടുത്തിയത്? കാട്ടൂർ അലി മുസ്ലിയാർ എന്ന് പേരായിട്ടുള്ള ഒരു പള്ളിയിൽ ഉള്ള ഉസ്താദിനെ എന്ത് കാരണത്താലാണ് സംഘികൾ കൊലപ്പെടുത്തിയത്? അതോടൊപ്പം തന്നെ കുറ്റിയാടി അബൂബക്കർ മാഷർ എന്ത് കാരണത്താലാണ് കൊലപ്പെടുത്തിയത്?
ഇപ്പോൾ എന്താ പറയുക, കൊടിഞ്ഞിയിലെ ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വളർന്നു വരേണ്ട എന്തു കാരണമാണ് യഥാർത്ഥത്തിൽ കൊലപ്പെടുത്താനുണ്ടായത്? അതോടൊപ്പം തന്നെ തിരൂര് യാസർ എന്ന് പറയുന്ന ഒരു സഹോദരനെ അങ്ങനെ കൊലപാതകങ്ങളുടേതായ കഥയല്ലാതെ നോക്കണം. റിയാസ് മൗലവി പള്ളിയിൽ കിടന്ന് ഉറങ്ങുന്ന ആ മൗലവിയെയാണ് നമുക്കൊക്കെ അറിയാൻ പറ്റും ഇവിടെ നമ്മുടെ അതിർത്തിയിലിട്ട് കൊലപ്പെടുത്തി. അങ്ങനെ കൊലപ്പെടുത്തുന്ന വിഷയമല്ലാതെ ഈ സംഘികൾക്കും പരിവാരങ്ങൾക്കും എന്താണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള നേട്ടങ്ങൾ? രാജ്യത്ത് കലുഷിതമുണ്ടാക്കി, അതിൽ നിന്ന് കലുഷമുണ്ടാക്കി മുതലെടുക്കുക, അതല്ല ബേബരി മസ്ജിദിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ സംഘികൾ ചെയ്തത്. ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ സ്നേഹങ്ങളും സാഹോദര്യങ്ങളും തട്ടി തകർത്തത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് ഇതാ ഞങ്ങൾ പള്ളി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുക. അതൊക്കെയാണ് ഈ പറയുന്ന കള്ള ഹിമാർ മൗലവി എടുത്ത് പറയുന്നത്. ഒന്നും അറിഞ്ഞുകൂടാ. എന്നിട്ട് അയാൾ പറയുന്ന വാക്കെന്താണ്? ഇപ്പം ഹജ്ജിന് പോകാൻ എളുപ്പമായി എന്നാണ് ഈ വിഡ്ഢി പറയുന്നത്. ഹജ്ജിൻ്റെ കഥയല്ലേ നമുക്ക് അറിയൂല. ഇപ്പോൾ ഈ എന്താ ചെയ്തത് യഥാർത്ഥത്തിൽ? ഇതുവരെ ഉണ്ടായിരുന്ന സബ്സിഡി ഈ നരേന്ദ്രമോദി വന്നപ്പോൾ ഹജ്ജിൻ്റെ സബ്സിഡിയും വെട്ടിക്കുറച്ചു. നോക്കണം, സബ്സിഡി തന്നെ ഇല്ലാതാക്കി. നോക്കണം, ഇങ്ങനെ എല്ലാ നിലക്കും ഹജ്ജിന് ബുദ്ധിമുട്ടുണ്ടാക്കി. അതോടൊപ്പം തന്നെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിന് വിള്ളലുണ്ടാക്കി. NRC എന്ന് പറയുന്ന നിയമം വഴി ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്തി. നോക്കണം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ മുഴുവനും മുത്തലാഖിൻ്റെ പേര് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് എന്തു കാര്യമാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത്? സ്ത്രീകൾക്ക് വേണ്ടി കണ്ണീരൊപ്പുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് എന്ന് പറയുന്ന ആസിഫ എന്ന പെൺകുട്ടിയെ 6-7 ദിവസങ്ങൾ ആ കാശ്മീരിലെ ആ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്തുമാത്രം സങ്കടകരമായ ഈ രാജ്യത്തിന് അപമാനമുണ്ടാക്കുന്നു. എന്നിട്ടും ആ സംഘികൾക്കെതിരെ യാതൊരു കേസും എടുക്കാതെ ഇപ്പോഴും രക്ഷപ്പെട്ട് കിടക്കുകയാണ്. നോക്കണം, അതുപോലെ തന്നെ നമ്മൾ കണ്ടല്ലോ ഗുജറാത്തിലെ ഗോദ്രയിൽ എന്താ സംഭവിച്ചത്? ആ ബൽക്കീസ് ബാനുവിന് ഉണ്ടാക്കിയിട്ടുള്ള ഗതി 3000-ലേറെ മുസ്ലിമീങ്ങളെ ഒരു കാരണവും കൂടാതെ ആട്ടിയോടിച്ച് കൊലപ്പെടുത്തി. ഇങ്ങനെ ഭയപ്പെടുത്തുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ അഥവാ രാജ്യത്തിൻ്റെ പ്രതിച്ഛായക്ക് പോലും വിദേശ രാജ്യങ്ങളിൽ പോലും കളങ്കമുണ്ടാക്കി. നോക്കണം, തികച്ചും മുസ്ലിമീങ്ങളോട് വിധേയത്വമൊന്നും ഉണ്ടായിട്ടല്ല മനുഷ്യാവകാശ സംഘടനകൾ, UN ഐക്യരാഷ്ട്ര സമിതി പോലെയുള്ളത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഭയപ്പാടോടെ അല്ലാതെ ഇന്ത്യയിൽ കഴിയാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. എന്നിട്ട് ഈ പറയുന്ന ഹിമാറിനെ കെട്ടിയെടുത്തിട്ട് പറയാണ് ഓൺലൈനായിട്ട് ഹജ്ജ് ചെയ്യാലോ. നോക്കണം, എന്ത് വിഡ്ഢിയാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തി. മാത്രമല്ല, മോഡി പറഞ്ഞിരുന്ന എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മോഡി നടപ്പിലാക്കിയിട്ടുണ്ടോ ജനങ്ങൾക്ക്? ഇനി ഹിന്ദുക്കൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? 15 ലക്ഷം നിങ്ങൾ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞ് എല്ലാവരുടെ അക്കൗണ്ടും അക്കൗണ്ട് ഇടിപ്പിച്ചു. ഒരു ഉറുപ്പിക അതിൽ വന്നോ? മാത്രമല്ല, കോൺഗ്രസിൻ്റെ കാലത്തുമൊക്കെ വന്നുകൊണ്ടിരുന്ന ഗ്യാസിൻ്റെ സബ്സിഡി ഇവൻ ചുരുക്കി ആദ്യം വെട്ടി ചുരുക്കി പിന്നീട് അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി. ഈ വിഡ്ഢി എടുത്തു പറയുന്നത് ഒരു 6000 ഉറുപ്പികയുടെ കഥയാണ്. അത് തന്നെ പല മസ്റ്ററിങ് ഒക്കെ ചെയ്ത് എപ്പോഴെങ്കിലും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് വരുന്നത്. അതൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാക്കി. അതൊന്നും യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല. മാത്രമല്ല, 6000 ഉറുപ്പിക ഒരു വർഷത്തിലാ കിട്ടുക എന്ന് പറയുന്നതിനേക്കാൾ എന്തുമാത്രം ദുരിതങ്ങളും വിലവർദ്ധനവുകളും തൊഴിലില്ലായ്മകളും അതിനൊക്കെ മറികടക്കാൻ വേണ്ടി വർഗീയ വിഭവങ്ങൾ വിളമ്പി ആളുകളുടെ സ്വസ്ഥത കെടുത്തി ബേജാറോടുകൂടെ അല്ലാതെ ഒരു മനസാക്ഷിയുള്ള ഒരു മതേതരവാദിക്ക് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ ഓരോ ദിവസവും എഴുന്നേറ്റ് അഥവാ ഉണർന്നെണീക്കുന്നത് ഈ ഭരണകൂടത്തിൻ്റെ വേദനാജനകമായ തീരുമാനങ്ങളെ കേട്ടുകൊണ്ടും പേടിച്ചുകൊണ്ടുമാണ്. നോക്കണം, ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് പ്രവാസികൾ പോലും പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു സ്ഥിരമായ ജോലി കിട്ടുകയാണ്, ഇവിടെ പൗരത്വത്തിന് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രവാസ ലോകത്ത് കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത്. അത്രമാത്രം സമാധാനമില്ലാത്ത ഒരു നാട്. നോക്കണം, പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും യാതൊരു സുരക്ഷിതത്വവുമില്ലാത്ത നാട്. ഇതാ ഇവിടെ ഞങ്ങൾക്ക് രാത്രിയിൽ പോലും പെണ്ണുങ്ങൾക്ക് അവരുടെ ഒരു ട്രൗസർ പോലും ഇട്ട് രാത്രിയിൽ പോലും സഞ്ചരിച്ച് വരാം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഹൽക്ക് നബി തങ്ങൾ പറഞ്ഞു, എന്താണ് എൻ്റെ രാജ്യം എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി പറഞ്ഞത്, സൻഹാവ് മുതൽ ഹദർമൗത്ത് വരെ ഒരു സ്ത്രീക്ക് ഒരു ചെന്നായയെ അല്ലാതെ വേറെ ഒന്നിനെയും പേടിക്കേണ്ടതില്ലാത്ത വണ്ണം ഒരു സ്ത്രീക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം, നിർഭയത്വം. ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇതൊക്കെ ഇല്ലാതാക്കി ഇവിടെ ഒരു എന്താ പറയുക, സ്ത്രീ എന്ന് പറയുമ്പോഴത്തിന് ഇനി ഭയപ്പെടേണ്ട ഒരവസ്ഥ, കുറ്റവാളികളെ മുഴുവനും വെറുതെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എന്നിട്ടാണ് ഈ കള്ള ഹിമാർ മൗലവി പറയുകയാണ്, പാലക്കാട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടും. എന്ത് കിട്ടും? ഇനി ഒരിക്കലും ഇപ്പം തൃശ്ശൂർ കിട്ടിയത് തന്നെ ഒത്തുകളിച്ചത് കൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ അഥവാ ഉന്നത ഉദ്യോഗസ്ഥന്മാരായ അജിത് കുമാറിനെ പോലെയുള്ള ആളുകൾ ഒത്തുകളിച്ചാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിക്ക്, ആ സിറ്റ് ഗോപിക്ക് തൃശ്ശൂരിൽ MP ആവാൻ കഴിഞ്ഞത്.
EVM-ന്റെ കൃത്രിമമാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഭരണകൂട ഒത്താശ കൊണ്ട് മാത്രം ഇപ്പോഴത്തെ സാഹചര്യം സന്ദീപ് വാര്യരെ ശക്തിമത്തായ ഭാഷയിൽ എതിർക്കുന്നത് BJP-യും ഈ ഇടതുപക്ഷങ്ങളുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. MP രാജേഷിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പോലും പറയുന്നത് എന്താ, സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ ശക്തമായി നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് ഒരേ നാണയത്തിൻ്റെ ഇരുവശമായി BJP-യും അത് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്? സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇടതുപക്ഷ BJP കൂട്ടുകെട്ട് ഈ രാജ്യത്ത് വരും. കാരണം ന്യൂനപക്ഷങ്ങൾ ഈ ഇടതുപക്ഷത്തിൻ്റെ എല്ലാവിധ കള്ളക്കളിയും ഈ ന്യൂനപക്ഷ വിരുദ്ധതയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തന്നെ. കാരണം ഈ ഇടതുപക്ഷത്തിന് ഒരിക്കലും ആത്മാർത്ഥതയോടുകൂടെ ഈ ഇസ്ലാമിക വ്യവസ്ഥയെക്കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം അവരറിയാതെ പറയാണ്. എന്തുകൊണ്ടെന്നാൽ അജ്ഞാനം എന്നത് ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. ആലോചിച്ച് നോക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊരു തൃശ്ശൂർ ജില്ലാ കലക്ടർ പറഞ്ഞ ഒരു വാർത്ത പത്രത്തിലൊക്കെ വന്നിരുന്നു. എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് നോക്കണം, മുസ്ലിങ്ങൾ അഥവാ ഇവിടുത്തെ മുജാഹിദുകൾ സംഘടിപ്പിച്ച ഒരു യോഗത്തിലാണ് കലക്ടറായിട്ട് അയാൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ടിക്കാറാം മീണയാണോ എന്നൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് എങ്ങനെ വർഗീയവാദികളാവാൻ കഴിയും? എന്തുകൊണ്ടെന്നാൽ അവർ 5 പ്രാവശ്യവും ബാങ്ക് കൊടുക്കുമ്പോൾ അക്ബറിൻ്റെ പേര് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവർക്കൊരു വർഗീയവാദികളാവാൻ കഴിയില്ല. അക്ബർ ഒരു മതേതരവാദിയാണല്ലോ. ആ അക്ബറിൻ്റെ പേരല്ലേ വിളിച്ചു പറയുന്നത് പള്ളിയിൽ നിന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥനായ ആ ടിക്കാറാം മീണക്ക് പോലും മുസ്ലിങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെങ്കിൽ ആലോചിച്ച് നോക്ക്. ഇസ്ലാമിനെ കുറിച്ച് ഒന്നും തിരിയാത്ത എയിൽ നിൽക്കുകയാണ്. അത് ബിയിലേക്ക് പോലും പ്രവേശിച്ചിട്ടില്ല. ഇവിടുത്തെ ഈ ഇടതുപക്ഷങ്ങളൊന്നും ഒരു അറബ് വാക്ക് പോലും അവർക്ക് യഥാർത്ഥത്തിൽ അറബ് രീതിയിൽ അള്ളാഹു എന്ന് പോലും പറയാൻ കഴിയാത്ത വണ്ണമുള്ള അതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അർത്ഥം. അതുകൊണ്ട് അവർ ഇപ്പോൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തിലാണ് സംസാരിക്കുന്നത്. എന്താണ് സാദിഖ് അലി? ഞാൻ പറയുമ്പോൾ സാദിഖ് അലി അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെപ്പോലും ഞാൻ നിഷ്പക്ഷമായിട്ട് പറയാണ്. അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെപ്പോലെയും അദ്ദേഹം അവഗണിച്ചുകൊണ്ട് സെക്കുലർ ആവാൻ അതിശക്തമായിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം നമ്മൾക്കൊക്കെ അറിയാം. അദ്ദേഹം ഓണക്കളത്തിൽ പൂക്കളിട്ട് അത്തത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ച് അദ്ദേഹം സ്വാഭാവികമായിട്ട് എന്താ പറയുക, മലയാളിയുടെ എന്ന് പറയുന്ന വെറുതെ പറയുക ഹിന്ദുവിൻ്റെ ആരാധനാ സംവിധാനമാണ്, ആരാധനാ മൂർത്തിയാണ് വാമനാവതാരമൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അത്തക്കളത്തിൽ അഴിഞ്ഞാടി അവിടുത്തെ പൂക്കളത്തിലിരുന്ന് പൂവിട്ട് അത്രമാത്രം സെക്കുലറായി തീരാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് പോലും ഈ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നു, ഈ സാദിഖ് അലി എന്തു ചെയ്തിട്ടും പറഞ്ഞിട്ടും എന്താ, ഞങ്ങൾ വിശ്വസിക്കില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകര മനസ്സാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമി എന്ന് പറഞ്ഞുകൂടാ. ന്യായമായ ഹക്കും ബാത്തിലും നജസും അറാമും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സത്യസന്ധമായ സമുദായം. എന്തുകൊണ്ട്? ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടേണ്ട ഒരു സമുദായം. സയജിഹനു അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അയ്യോ അല്ലദീന ആമനു, എന്താ പറയുക, അതായത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു മതമല്ല, നിങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തപ്പെടേണ്ട ഒരു വിഭാഗമാണ്. എന്താ വെച്ചാൽ എല്ലാത്തിനും അടിസ്ഥാന ബോധ്യമുള്ള ശുദ്ധമേത് അശുദ്ധമേത്, ന്യായമേത് അന്യായമേത്. നോക്കണം, എൻ്റെ മകൾ കട്ടാൽ കൈവെട്ടുമെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഈ വക്താക്കൾ, അതുപോലെ തന്നെ എല്ലാം നീതിബോധം. അത് ഏതെങ്കിലും ഒരു പറ്റത്താണ്, അതൊരു ജൂതൻ്റെ പറ്റത്തായാലും അതൊരു ക്രിസ്ത്യാനിയുടെ പറ്റത്തായാലും ഒരു അവിശ്വാസിയുടെ പറ്റത്തായാലും നീതിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണമെന്ന് പ്രഖ്യാപിച്ച ആ മതത്തിൻ്റെ അനുയായികൾക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ ഒരു വർഗീയവാദിയാവാൻ കഴിയും, ഭീകരവാദിയാവാൻ കഴിയും? എന്നിട്ടും ഈ മുഖ്യമന്ത്രി ഇപ്പോഴും എന്താ പറയുന്നത്, വോട്ട് വാങ്ങി വിജയിച്ചു വന്നതിന് ശേഷം അന്നൊക്കെ ന്യൂനപക്ഷങ്ങളെയൊക്കെ സ്ഥാപ്പിനും സന്ദർഭത്തിനുമൊത്ത് നോക്കണോ ഒക്കെ ഓരോന്ന് പറഞ്ഞ് ഇതാ NRC, ഞങ്ങൾ ഒരിക്കലും NRCയെ അംഗീകരിക്കില്ല, അതുകൊണ്ട് മുസ്ലിങ്ങളൊന്നും തന്നെ ഇവിടുന്ന് പോവേണ്ടി വരില്ല എന്നൊക്കെ വെറുതെയെങ്കിലും പേടിപ്പിച്ച് ഒരു NRCക്കെതിരെ കപടമായ സമരങ്ങൾ നടത്തി. നോക്കണം, ആലോചിച്ച് നോക്കി. ഈ രാജ്യത്തെ നിയമം അഥവാ കോടതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്യന്തികമായിട്ടുള്ള അഭയകേന്ദ്രം എന്ന് പറയുന്നത്. പിന്നെ സർവശക്തനായ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, ഒത്തൊരുമ, സ്നേഹം, കൂനു ഇബാദല്ലാഹി ഇഖ്വാന, അവർക്ക് വ്യക്തമായ ഒരു ആദർശത്തിന് കീഴിൽ കഴിയുകയാണ്. അവരെ ഒരു സമൂഹത്തിനും പരാജയപ്പെടുത്താൻ കഴിയില്ല.
എന്ന് പറഞ്ഞാൽ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെട്ടിട്ടുള്ള സംഗതികളല്ല ലോകത്ത് പറഞ്ഞു പരത്തുന്ന BJP പറയുന്ന അതേ വാക്കുകൾ ഏറ്റുപിടിച്ച് വിഡ്ഢികളായ BJP ഇപ്പൊ പറയുന്ന ഈ മൗലവി അബ്ദുൽ മജീദ് പറയുന്ന അതേ വാക്കുകളെ മുഴുവൻ വിശ്വസിച്ച് അതേ രീതിയിൽ മറ്റൊരു രീതിയിൽ ഇവിടുത്തെ ഭൂരിപക്ഷങ്ങൾ ഹിന്ദുക്കളാണല്ലോ CPM എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ CPM ഉം BJP-യും കൂടെ ഇനി ഒന്നിച്ചു നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. ന്യൂനപക്ഷങ്ങളൊക്കെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അഥവാ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് ഞങ്ങൾ എന്ന് ലോകത്തിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യത്തോടൊപ്പം നിൽക്കണം. ഇത് ഓരോ കാര്യങ്ങളിലും ഈരാറ്റുപേട്ട സംഭവത്തിൽ വരെ സ്വാഭാവികമായിട്ടും ഈ പിണറായി കാണിച്ച നിലപാടുകളാണ്. ഇന്നും NRC കേസിലുള്ള ആ കേസുകളൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല, ബുദ്ധിമുട്ടുകയാണ്. പ്രവാസ ലോകത്ത് പോവേണ്ടവർ വരെ ബുദ്ധിമുട്ടുന്നു പാസ്പോർട്ട് എടുക്കാൻ. അങ്ങനെ കള്ളക്കേസുകൾ കുടുക്കി സ്വാഭാവികമായിട്ടും കേന്ദ്ര ഭരണകൂടവുമായി ഒത്തുകളിച്ച് ഇനി തികച്ചും ഒരു ഭൂരിപക്ഷ നിലനിൽപ്പ് അഥവാ ഭൂരിപക്ഷത്തെ സംതൃപ്തി കൊടുത്തിക്കൊണ്ടേ നടക്കൂ എന്ന് ബോധ്യമായതുകൊണ്ട് വെറുതെ എങ്കിലും ഇടുവായത്തം പറയുകയാണ് ഈ മുഖ്യമന്ത്രി ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. അതാണ് ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൗലവി പറയുന്നത് അയാൾക്കൊന്നും വിവരമില്ലാഞ്ഞിട്ടാണ്. അതേ വിവരമില്ലായ്മ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായ ഈ പിണറായിയും നേതാക്കളും ആവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.